പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അല്ലാഹ് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തു പറ്റി നമ്മുടെ കുട്ടികൾക്കൊക്കെ? വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തി വീട്ടുകാർ. എന്താ സംഭവം? നമ്മുടെ മക്കൾക്കൊക്കെ എന്തു പറ്റി? അല്ലാഹ് നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേ റബ്ബേ. സംഭവം നടന്നിരിക്കുന്നത് എടരിക്കോട് PKM സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കഞ്ഞിക്കുഴിങ്ങര സ്വദേശി ഇല്ലത്ത് വളപ്പിൽ താമസക്കാരനുമായ പരത്തിക്കുന്നൻ അബ്ദുസമദിന്റെ മകൾ 14 വയസ്സുള്ള ഷാഹിബയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണപ്പെട്ടതിന്റെ കാരണമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് വെറും ഒരു നിഗമനം മാത്രമാണ്. ഉമ്മ മകൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന്റെ കാരണമാണെന്ന് നിഗമനം പറയുന്നു. മൊബൈൽ കൊടുക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളൊക്കെ എവിടെ എത്തിപ്പോയി? നമ്മൾ മാതാപിതാക്കളടുത്തും തെറ്റുണ്ട്. ഈ കുട്ടികളും മൊബൈലിൽ അഡിക്ഷൻ ആയത് ഈ കൊറോണ കാലത്തായിരുന്നു. പിന്നെ നമുക്കത് മാറ്റിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പിന്നെ കുട്ടികളുടെ പഠന കാര്യങ്ങളും മറ്റുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത് ഈ മൊബൈൽ വഴിയാണ്. കൊറോണ കാലത്ത് തുടങ്ങിയതാണ് ഓൺലൈൻ ക്ലാസ്സുകൾ. കൊറോണ കഴിഞ്ഞ ശേഷവും നമ്മൾ ഇതൊരു എളുപ്പമാർഗമായി മാറ്റി. എല്ലാ കാര്യങ്ങളും മീറ്റിങ്ങും ചർച്ചകളും ഒക്കെ വാട്സപ്പ് വഴി തന്നെയാക്കി. പിന്നെ കുട്ടികൾ ഈ മൊബൈലുമായി അഡിക്ഷൻ ആകാൻ തുടങ്ങി. അപ്പോൾ കൂടുതലായും നമ്മളിപ്പോൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു സമയത്തായിരുന്നു കുട്ടികൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിച്ചത്. കൊറോണ കാലം കഴിഞ്ഞിട്ടും അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ എല്ലാം വാട്സപ്പിലാണ്. കുട്ടികളുടെ പഠന കാര്യങ്ങളും അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും മൊബൈലിൽ കൂടിയാണ്. അങ്ങനെ കുട്ടികൾ മൊബൈലിൽ പഠിക്കുക മാത്രമല്ല ചെയ്യുന്നത്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുട്ടികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അതിന് അഡിക്ഷൻ ആവുകയാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അവർ മൊബൈലിന് അഡിക്ഷൻ ആണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. കുട്ടികൾ മൊബൈലിൽ കളിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കണം. അപ്പോൾ ആ കുട്ടി ആ മൊബൈൽ ഓഫ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യം അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മൾ പറഞ്ഞ ഉടനെ അവർ മൊബൈൽ ഓഫ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവർ മൊബൈൽ അഡിക്ഷൻ അല്ല. അതേ സ്ഥാനത്ത് നമ്മൾ കുട്ടിയോട് പറഞ്ഞ കാര്യം ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ഈ മൊബൈൽ തന്നെ നോക്കി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കരുതിക്കൊള്ളണം, കുട്ടി മൊബൈലിന് അഡിക്ഷൻ ആയിട്ടുണ്ട് എന്ന്. നമ്മൾ പറഞ്ഞാൽ അവർ ഓഫ് ചെയ്യില്ല. ഓഫ് ചെയ്യാതെ ഇപ്പോൾ ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. അപ്പോൾ കരുതിക്കോളാം അവർ മൊബൈൽ അഡിക്ഷൻ ആയിട്ടുണ്ടെന്ന്. മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഉടനെ അവർ ഓഫ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യം അവർ ചെയ്യും. അപ്പോൾ നമ്മളും ഇതിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അങ്ങനെ അഡിക്ഷനായ കുട്ടിയെ പെട്ടെന്ന് നമ്മൾ അവരുടെ കയ്യിൽ നിന്നും മൊബൈൽ പിടിച്ചു വാങ്ങി പെട്ടെന്ന് റദ്ദാക്കാൻ നമുക്ക് സാധിക്കില്ല. മെല്ലെ മെല്ലെ നമ്മൾ തന്നെ അത് കുറച്ച് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവരും മൊബൈലും തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മൾ മെല്ലെ മെല്ലെ വേർപെടുത്തി കൊണ്ടുവരണം. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചു വലിച്ച് വാങ്ങിച്ചാൽ ഇതുപോലെ പലതും സംഭവിക്കും. ഇതിപ്പോൾ മരണപ്പെട്ടത് മൊബൈൽ കാരണമാണെന്ന് സംശയിക്കുന്നതാണ് കേട്ടോ. വെറും ഒരു നിഗമനം മാത്രമാണ്. എന്തെന്നായാലും ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഈ ഒരു കാരണത്താൽ മരണപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇത് വീട്ടിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. വെറും 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ ഒരു സമയത്ത് തോന്നുന്ന ഒരു പൊട്ടത്തരമാണ് ആത്മഹത്യ എന്ന് പറയുന്നത്. പടച്ചറബ്ബ് നമ്മളെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ, ആമീൻ. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ പെട്ടെന്ന് കുട്ടികളുടെ അടുത്ത് നിന്ന് മൊബൈൽ പിടിച്ചു വാങ്ങാതിരിക്കുക. മൊബൈലിൽ അഡിക്ഷൻ ആണോ എന്ന് നമ്മൾ ശരിക്കും ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ നോക്കുക. കുട്ടികൾ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ആവശ്യപ്പെടുമ്പോൾ കുട്ടികൾ അത് പിന്നെ ചെയ്യാമെന്ന് പറയുന്നുണ്ടെങ്കിൽ, അത് പിന്നെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ കുട്ടി മൊബൈൽ അഡിക്ഷൻ തന്നെയാണ്. അല്ലാത്ത കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഓഫ് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യം ചെയ്യും. പിന്നെ ഒന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാതാപിതാക്കളോട് തീരെ ഒരു ബഹുമാനമില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമ്മളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സ്കൂളിലെ അധ്യാപകരെയും മദ്രസയിലെ ഉസ്താദുമാരെയും അവർ ബഹുമാനിക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്. പിന്നെ മാതാപിതാക്കളോട് ഇവർക്ക് പേടിയില്ലാത്ത എന്തുകൊണ്ടാണ്?
മാതാപിതാക്കളോട് എന്താ ഇവർക്കൊരു ഭയമില്ലാത്ത, ഒരു ബഹുമാനമില്ലാത്തത്? മദ്രസയിൽ മാത്രം പഠിപ്പിച്ചാൽ പോരാ മാതാപിതാക്കളോടുള്ള ബഹുമാനവും ആദരവും. സ്കൂളുകളിലും ഇത് പഠിപ്പിക്കേണ്ടത് അത്യാവശ്യ കാര്യം തന്നെയാണ്. അവിടെ അധ്യാപകരെയും ഉസ്താദുമാരെ ബഹുമാനിക്കുകയും പേടിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മാതാപിതാക്കളോട് യാതൊരു പേടിയും ബഹുമാനവും ഇല്ല. ആ ഒരു കാരണം എന്തെന്നാലും പരിഹരിച്ചേ മതിയാവും. എന്തെന്നാലും ആ മരണപ്പെട്ട ഷാഹിബ എന്ന് പറയുന്ന 14 വയസ്സുള്ള ആ പൊന്നുമോൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. പഠിച്ച റബ്ബേ, ആ മോൾക്ക് ബുദ്ധിയില്ലായ്മ കൊണ്ട് തോന്നിയതാണ് റബ്ബേ. ആ മോളുടെ ചെറുതും വലുതുമായ തെറ്റുകൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആഹിറം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കണേ റബ്ബേ. സ്വർഗത്തിന്റെ ആ വെളിച്ചം ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ആത്മഹത്യ മരണമാണ് റബ്ബേ, ബുദ്ധിമോശം കൊണ്ട് തോന്നിയതാണ് റബ്ബേ, പുറത്തു കൊടുക്കണേ റബ്ബേ. ആ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരപൂർവമാക്കണേ റബ്ബേ. ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങൾ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. ആമീൻ. മയ്യത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. പഠിച്ച റബ്ബേ, ആ മാതാപിതാക്കൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും റബ്ബേ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ. മാതാപിതാക്കളെ കടമ മാത്രമേ ചെയ്തുള്ളൂ റബ്ബേ. ആ ഒരു വിഷമം സഹിക്കാൻ പറ്റാതെയായിരിക്കും റബ്ബേ ആ മോള് ബുദ്ധിയില്ലായ്മ ചെയ്തത് റബ്ബേ. പുറത്തു കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണം. എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവമാണ്. ഒരു മോളുടെ ബുദ്ധിമോശം കൊണ്ട് ചെയ്തു പോയതായിരിക്കും. എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണം. യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യണം. ആ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, ആ ബന്ധുക്കൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.